അപ്പൊ നമുക്ക് കുറച്ച് പഴം കഴിച്ചാലോ? എന്ത് പറയുന്നു? മന്തിക്ക് പഴം. ഇനി പഴം തീറ്റ മത്സരം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ പട്ടം കൊടുക്കും. എന്ത് പറയുന്നു? ഓക്കെ, മാർഷൽ റെഡി അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ ഷഹാന അടുത്ത്? ഒന്നും പറയാനില്ല. മാർഷലിന് എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ. ക്യൂട്ട് ചേട്ടൻ. മറ്റേ അടൽ പൂക്കി കൊടുക്ക്. ഓക്കെ അല്ലേ? ഇനിയിപ്പം തോറ്റു കൊടുത്താലും കുഴപ്പമില്ലാന്ന് തോന്നണു. ക്യൂട്ടല്ലേ ചേട്ടൻ? ഓ ക്യൂട്ടാണ്. ഓ പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റരുന്ന് വിചാരിച്ചു. ഞങ്ങളുടെ മാർഷൽ അങ്ങനെയല്ല അല്ലേ? മാർഷൽ ഇന്നതിൽ ആരാ? മാർഷൽ പ്രാർത്ഥിക്കാണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ഓക്കെ അല്ലേ? തുടങ്ങല്ലേ? അപ്പൊ ഒരു പ്ലേറ്റില് 6 പഴം വീതം വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 12 പഴം ഉണ്ട് ഇവിടെ. ഓക്കെ, ഇനിയിപ്പോ ഇതിനകത്തുനിന്ന് നിങ്ങക്ക് ഫുള്ള് പഴം തീർന്നു എന്ന് വിചാരിക്കും. 6 പഴവും തീർന്നുണ്ടെങ്കിൽ അപ്പുറത്തെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കണമെങ്കിൽ കഴിക്കാം. കൗണ്ട് നമ്മൾ കൂട്ടിക്കോളാം. ഓക്കെ അല്ലേ? എന്താ ചേട്ടന്റെ പേടി? പേടിയുണ്ടോ? അങ്ങനെ പേടിക്കരുത്. ഓക്കെ, സെറ്റ്. കൊച്ചിക്കാരുടെ മാനം കാക്കണം. ഓക്കെ, തുടങ്ങിക്കോ. മാർഷൽ എടുത്ത് മടിയിലേക്കൊക്കെ വെച്ച്. ഇതിന് മറ്റേ ട്യൂൺ ഇടണം. അവിടെ കുറച്ചിരിപ്പുണ്ട് കേട്ടോ. അത് നമ്മൾ കണക്കി കൂട്ടില്ലേ? അല്ല, കണക്കി കൂട്ടും. മറ്റേ ബീജം ഇടണം. എഡിറ്ററുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. പഴുത്ത പഴാണോ? കുഴപ്പമില്ലല്ലോ പഴം. വെള്ളം പഴമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പപ്സിനേക്കാളും അതിഭീകരമാണ് അല്ലേ? കേട്ടിട്ടില്ലേ? പഴം തൊണ്ടേ കുടുങ്ങി. ഞാന് കാണുന്നല്ലേ. വേഗം കഴിച്ചോട്ടാ, സമയമില്ല. മഴയൊക്കെ വരുന്നതാ. 2 കഴിഞ്ഞാ മാർച്ചിലെ? ഓ, ആ തൊലി എടുത്തിട്ട് ഇവിടെ വെച്ചേരും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും. ഒന്ന്, ഇത് മാർഷലിന്റെ തൊലി. 2. വേഗം സ്പീഡില്. ഓക്കെ, സ്പീഡില്. ദൈവമേ, ജയിക്കൂന്നൊക്കെ പറഞ്ഞപ്പോ ഷാനയുടെ കണ്ണുമോള കാണുന്നു. പേടിയുണ്ടോ ഷാന ഞങ്ങളുടെ മാർഷലിനെ? ക്യൂട്ടാന്നൊക്കെ പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷെ പേടിക്കണം മാർഷലിനെ. ഇതിന്റെ ഇടയിൽ ഇവിടെ പോകുന്ന വീഡിയോസ് ഒക്കെ എന്താ പറയാ, കർശനമായിട്ട് നമ്മുടെ കമ്പനിക്ക് മാത്രം ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ അവകാശപ്പെട്ട വിഷ്വൽസ് ആണ്. അത് പുറത്തേക്ക് പോകരുത്. മൊബൈൽ ഫോൺ ആയാലും അത് മാർഷലിന്റെ സ്വകാര്യതയെ ബാധിക്കും. 3 എണ്ണം കഴിച്ചു മാർഷല്. ഈശ്വരാ, മാർഷലേ, നിന്നിലെ ഈ കഴിവ് കണ്ടിരുന്നില്ല. മധുരം കൂടുതലുള്ള പഴം കേട്ടോ. ആണല്ലേ? ഷുഗറിന് പ്രശ്നമുണ്ട്. ഇഷ്ടം മധുരം ഇഷ്ടമാണ്. ഇഷ്ടല്ല, എരിവാണ് ഇഷ്ടം. ഈ നോമ്പൊക്കെ എങ്ങനെയാ? നോമ്പിന്റെ സമയമൊക്കെ എങ്ങനെയാ? നോമ്പ് പിടിക്കാറുണ്ട്. അപ്പൊ എന്റെ ഫോളോവേഴ്സിന് സമാധാനം. അതെ, അപ്പോഴാണ് വീഡിയോസ് വരാണ്ടാവുന്നത്. കമന്റ് ഒക്കെ ഇപ്പൊ അതാ, ഇപ്പൊ എന്ത് ചെയ്യുന്നു, നോമ്പായോണ്ട് എന്തെങ്കിലും പെട്ട് കിടക്കുവാണോന്നൊക്കെ മെസ്സേജ് വയ്ക്കുന്ന. മാർഷല് ഫോളോ ചെയ്യാറുണ്ടോ ഷഹാനേനെ? ഇല്ല, ഇനിയിപ്പൊ ഫോളോ ചെയ്യണോ? അല്ലേ? ചെയ്തേ ഉള്ളൂ. അതെ, കഴിക്കണേന് മുമ്പല്ലേ. മാർഷലിന് ഇനി 2 പഴം കൂടി ഉള്ളൂ കേട്ടോ. ഷഹാനക്ക് ഇനി 3 എണ്ണം ഉണ്ട്.
പറയണില്ല ഇനി ഒരെണ്ണം കൂടി. ഷഹാന ഇനി 3 പഴം കൂടി ഉണ്ട്. തോറ്റു കൊടുക്കുന്നുണ്ടോ? തോറ്റു കൊടുക്കാല്ലേ? അങ്ങനല്ലേ, എനിക്കങ്ങനെ ഈ പഴം അങ്ങനെ വലിയ കാര്യമില്ല പഴത്തിനോട്. അതിന് മധുരം നല്ല. പക്ഷെ ഞങ്ങള് ഒരു എന്താ പറയാ, 1 ഇഞ്ച് ഇതിലാണ് ഞങ്ങള് ജയിച്ചത് അല്ലെ, തോറ്റത് അല്ലേ? അല്ല, നീ വെള്ളം കുടിച്ചോണ്ടല്ലേ, ഇല്ലെങ്കിൽ എന്തായാലും ടൈറ്റ് ആയിട്ട് അങ്ങനെ ശ്രമിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങക്ക് പറ്റിയില്ല, തൊണ്ടയിൽ കുടുങ്ങി. എന്ത് തോന്നുന്നു ഞങ്ങളുടെ ഒരു മധുരം? ഭയങ്കര മധുരം, കഴിക്കാൻ പറ്റുള്ള എന്തോ ഒരു ഞാൻ തോറ്റാ? മധുരം മതിയായി. മാർഷലിന് ഒരെണ്ണം കൂടി ഉള്ള, അതും കൂടി ഞാൻ കഴിച്ചു. എനിക്കെന്തിനാ, എനിക്കിപ്പോ വേണ്ട, ഞാൻ പിന്നെ കഴിക്കാം. ഞാനിപ്പോ കഴിക്കുന്നില്ല. പഴം തീറ്റ മത്സരത്തിൽ നമ്മുടെ മാർഷലാണ് വിജയിച്ചിരിക്കുന്നത്. ഇനി ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നുള്ളൂ, അതും കൂടെ ശരിക്കും കഴിക്കായിരുന്നു. ആക്കാൻ വേണ്ടി നമുക്ക് തോൽപ്പിക്കുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ചേട്ടൻ ക്യൂട്ടായതുകൊണ്ട് ചേട്ടന് ഞാൻ തോൽട്ടി പിന്മാറി കൊടുത്തതാണ്. അതെ, പൂക്കി ചേട്ടന് വേണ്ടിട്ട്. ഇഷ്ടായോ ചേട്ടന്? എന്റെ കൽവിലേ പാട്ടുകാരല്ല, ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ മത്സരം ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ സ്റ്റാർ വട്ട ആർക്കാ കൊടുക്കണ്ടേ? എനിക്കിപ്പോ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. എനിക്ക് തന്നെ തന്നോളാം ചേട്ടൻ പറഞ്ഞായിരുന്നു. കൊടുക്കണോ? കൊടുത്തോട്ടെ അല്ലേ? അപ്പൊ നമ്മുടെ ഈ സ്റ്റാർ വട്ടം കൊടുത്തിരിക്കുകയാണ്. അത് നമ്മുടെ കമ്പനി കിട്ടിയതല്ലേ? വേണ്ട, അതൊക്കെ അവിടെ വെച്ചേ. അപ്പൊ മാർഷല് ജയിച്ചു. സോറി മറന്നുപോയി, ഞാൻ പപ്സിന്റെ അവിടെ നിന്ന് ആ യൂണിവേഴ്സിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇനി എന്തൊക്കെ വീഡിയോസും കാര്യങ്ങളും, ഇനി ഇപ്പൊ വ്ളോഗിങ്ങും പരിപാടികളൊക്കെ തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ? അങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഒരു 7 സബ്സ്ക്രൈബ് ആയി. ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും റീച്ച് കൂടിയ വീഡിയോ ഏതായിരുന്നു? ഏറ്റവും റീച്ച് കൂടിയതാന്ന് എനിക്കറിയാം. പക്ഷെ ചെയ്ത ഏറ്റവും ഇഷ്ടമുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഓസ്ലർ മൂവിയില്ലേ, അതില് അനശ്വരയുടെ ഞാൻ ലുക്ക് റീക്രിയേറ്റ് ചെയ്തായിരുന്നു. അതെനിക്ക് ഒത്തിരി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു 4000 കമന്റ് എന്തോ വന്നെങ്കിൽ മൊത്തം നെഗറ്റീവ്, ഏറ്റവും നെഗറ്റീവ് വന്നേക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് റീക്രിയേറ്റ് ചെയ്യുന്നേ പറഞ്ഞോളൂ. പക്ഷെ കുറെ ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നത്. അങ്ങനെ അതേപോലെ എന്റെ ലുക്ക് വന്നു എന്നൊരു നെഗറ്റീവ് അങ്ങനെ ഞാൻ വരുത്തി തീർത്തു എന്നൊരു സാധനം വന്നു. എന്നിട്ട് കുറെ പേര് പറഞ്ഞ കുട്ടി 2 കിലോ വാരിയിട്ടിരിക്കുന്നു, ഇത് എന്താ അനശ്വരയുടെ 114 പിയോ അങ്ങനെയൊക്കെ കുറെ ഇത് വന്നാണ്. പക്ഷെ എനിക്ക് ആ ലുക്ക് ഇഷ്ടപ്പെട്ടു. അതായത് അവള് ഡ്രസ് ചെയ്ത ഒരു ലുക്കിലുള്ള ഒരു ഡ്രസ്സൊക്കെ റെഡ് കളറിലൊക്കെ ഇട്ട് പൂവൊക്കെ വെച്ചിട്ടുള്ള അത് ചെയ്തായിരുന്നു. ഇപ്പൊ ഞാനൊരു കുഞ്ഞു ടാസ്ക് തരട്ടെ. അതായത് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ കഴിച്ചല്ലോ, അപ്പൊ ഇതൊന്ന് പെട്ടെന്ന് വീഡിയോയിൽ പറയണ പോലെ ആ ഒരു കിളിനാദം പോലെ പറയാൻ പറ്റും? ഇന്നെന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ നടക്കുന്നു വിചാരിച്ചില്ല. ഇന്നെന്റെ ഫസ്റ്റ് എന്റെ ജീവിതത്തിൽ ഒരു ഇന്റർവ്യൂവിന് എന്നെ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ രാവിലെ കോളേജിലൊക്കെ പോയതിനു ശേഷം എന്റെ ഫ്രണ്ടിനെയും വിളിച്ച് ഞാൻ നേരെ മെട്രോ പിടിച്ച് നമ്മുടെ MG റോഡിൽ വന്നിറങ്ങി. എന്നിട്ട് ചിത്ര ചേച്ചിയെ വിളിച്ചിട്ട് നമ്മുടെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ MG റോഡിലുള്ള നമ്മുടെ മൂവി വേൾഡ് മീഡിയയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്നിട്ടാണെങ്കിൽ ചേച്ചിയൊക്കെ അടിപൊളിയാണ്, കുറെ ചേട്ടന്മാരെ കണ്ട് നല്ല കമ്പനിയൊക്കെ ആയി എല്ലാവരുമായിട്ട്. എന്നിട്ട് നമ്മൾ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങളൊരു ചെറിയ തീറ്റ മത്സരമൊക്കെ വെച്ചായിരുന്നു. എനിക്ക് പപ്സാണ് ഗൈസ് തന്നത്. 10-20 പപ്സ് എന്തോ ഉണ്ടായിരുന്നു, 2 പ്ലേറ്റിലായിട്ട്. വേറൊരു ചേട്ടനും ഉണ്ടായിരുന്നു, ഒരു പൂക്കി ചേട്ടൻ. എന്നിട്ട് ആ ചേട്ടൻ എന്നിട്ട് ഞാൻ ആ ചേട്ടനായിട്ടാണ് മത്സരിച്ചത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ജയിച്ചു ഗൈസ്. അടുത്ത പഴത്തിൻ്റെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. എനിക്ക് പഴത്തിൻ്റെ മധുരമൊക്കെ ഇതായിട്ട് പഴത്തിന് ഞാൻ ചേട്ടന് വേണ്ടി ഞാൻ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു ഗൈസ്. സംഭവം അടിപൊളിയായിരുന്നു. പരിപാടിയൊക്കെ എല്ലാം നൈസായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഗൈസ്, ബൈ ഫ്രം ഷാന ഫുഡി. കൊള്ളാം, അടിപൊളി. ഇത് പെട്ടെന്ന് പറയുന്നതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതിനിടയ്ക്ക് ഞാൻ വേറെ ഒരു കുഞ്ഞു ടാസ്ക് കൂടി തരാണ്. ഇപ്പൊ ഷാന പറഞ്ഞല്ലോ മന്തി ഫാൻ ആണ് എന്നുള്ളത്. നമ്മള് കേരളത്തില് മന്തി ഫാൻസ് ഒരുപാടുള്ളതാണ്. അപ്പൊ മന്തി ഫാൻസിന് വേണ്ടിയിട്ട് ഒരു മന്തി കഴിക്കുമ്പോ
ഉണ്ടാവുന്ന ആ ഒരു വികാരങ്ങൾ വെച്ചിട്ട് ഒരു വോയിസ് ഓവർ ഓക്കെ. തുടങ്ങിക്കാം. നല്ല ചൂട് മന്തി ഉണ്ടല്ലോ, കവർ പിടിച്ചിട്ട് പാത്രത്തിലേക്ക് വെക്കാം. നല്ലൊരു സ്പൂൺ എടുത്ത് കോരി ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നല്ല മുരിഞ്ഞ ചൂട് അൽഫാം, നല്ല സ്പൈസി ആയിരിക്കും, അൽഫാം എടുത്ത് പാത്രത്തിലേക്ക് വെക്കാം. എന്നിട്ട് നല്ല കട്ടിയുള്ള മയോണൈസ് സൈഡിലേക്ക് ഇങ്ങനെ പൊട്ടിച്ചങ്ങ് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് നമ്മുടെ സോസും പിന്നെ കുറച്ച് സാലഡ് അതിൻ്റെ കൂടെ ഉണ്ടാവില്ലേ, അതും വയ്ക്കാം. എന്നിട്ട് ഒരു ചൂട് മന്തീൻ്റെ ചിക്കൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് വെച്ച് എടുത്തിട്ട് ആ റൈസിലോട്ട് വെച്ചിട്ട് കുറച്ച് മയോണൈസ് വെച്ചിട്ട് കുറച്ച് ആ കെച്ചപ്പും കൂടെ വെച്ച് ആ വെജിറ്റബിൾസും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് ഒരു വായങ്ങെടുത്ത് വെക്കണം. ഫോണേ സീന് ടേസ്റ്റിൻ്റെ ഒന്നും പറയാനില്ല. കഴിച്ചിട്ടല്ല, നാവ് കൂടി അങ്ങ് ഇറങ്ങി അങ്ങ് പോവും. എനിക്ക് വിശക്കണം. ഇനി ഞാൻ അടുത്ത തരട്ടെ. ഇനിയിപ്പോ മന്തി ഫാനിനെ പറയുമ്പോഴേക്കും, മന്തി ഫാൻസിനെ പറയുമ്പോൾ നമുക്ക് ബിരിയാണി ഫാൻസിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. നല്ല ചൂടുള്ള ചിക്കൻ ബിരിയാണി ഇപ്പൊ തരാണ്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു വോയിസോ. നല്ല വിശന്ന് കൊടലി അരികിയിരിക്കുമ്പോ ഉണ്ടല്ല, ഒരു പാത്രം ചിക്കൻ ബിരിയാണി, എന്നിട്ട് പ്ലേറ്റ് എടുത്ത് തട്ടി നേരെ അങ്ങ് കമത്തിയിട്ട് ആ പാത്രം എടുത്ത് മാറ്റിയിട്ട് കുറച്ച് കെച്ചമ്പറും കുറച്ച് അച്ചാറ് സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് ആ ചോറ് മെല്ലെ ഇങ്ങനെ ആവി പറക്കുന്ന ചോറായിരിക്കേ, അതിന് ആവി ഇങ്ങനെ നീക്കി എന്ന് ചോറ് തട്ടിയിട്ടിട്ട് കുറച്ച് കെച്ചമ്പറും കുറച്ച് അച്ചാറും ആ റൈസും കൂടെ ഇങ്ങനെ കുഴച്ചിട്ട് ആ ചിക്കൻ്റെ ലെഗ് പീസ് കുറച്ച് ചിക്കന് പിച്ചി എടുത്തിട്ട് അതിൻ്റെ കൂടെ നല്ലോണം കുഴച്ച മസാലകൾ കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ മോനെ ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് സത്യമായിട്ടും. വെറുതെ വീഡിയോ റീച്ച് കൊടുത്തത്. ഇനി പൊറോട്ടയും ബീഫ് ലവേഴ്സും ഉണ്ട്. ഓക്കെ, അതിലൊരു പ്രത്യേക ഫാൻസ് ഉണ്ട് കേട്ടോ. തുടങ്ങിക്കോ. നല്ല ചൂട് മുരിഞ്ഞ പൊറോട്ട ഉണ്ടല്ലോ, നല്ല മുരിഞ്ഞ പൊറോട്ട കല്ലിൽ നിന്ന് ഇങ്ങനെ നേരെ എടുത്ത് നമ്മുടെ പാത്രത്തിലേക്ക് തരും. ആ ചൂട് പൊറോട്ടൻ്റെ പുറത്ത് നല്ല മുരിഞ്ഞ് നല്ല മണം അടിക്കുന്ന ബീഫ് ഫ്രൈ അങ്ങോട്ട് തട്ടിയിടുക. എന്നിട്ട് ആ പൊറോട്ടയുടെ സൈഡിൽ നിന്ന് കുറച്ചിങ്ങനെ പിച്ചി എടുത്ത് 2-3 കഷ്ണം ബീഫും കൂടെ അതിൻ്റെ അകത്ത് വെച്ചിട്ട് ആ ബീഫ് ചെറുതായിട്ട് പൊളിക്കുമ്പോഴല്ല, ബീഫൊക്കെ നല്ല വെന്തിട്ടുണ്ടാവും, അപ്പോൾ ഇങ്ങനെ വെൽ കുക്കായിരിക്കും. ആ ബീഫും കൂടെ വെച്ചാൽ പൊറോട്ട ഇങ്ങനെ നല്ലോണം അങ്ങോട്ട് ഉരുട്ടി അങ്ങ് വായിലേക്ക് ഇടുമ്പോണ്ടല്ലോ, എൻ്റെ മോ ഇതുപോലെ ടേസ്റ്റ് വേറെ എന്ത് കഴിച്ചാലും ഇല്ല, അമ്മാതിരിയായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയി ഫുഡ് കഴിക്കാൻ. എനിക്ക് നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനിയും അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. വ്ളോഗിംഗ് ഒക്കെ അടിപൊളിയായിട്ട് പോട്ടെ. നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇനി കുറെ വീഡിയോസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവോ? ഓക്കെ.